Hi everyone, this is Yabin Say from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേബിൾ നമ്മൾ കുറേയധികം എക്സൈറ്റിംഗ് ആയ ന്യൂസ് സംസാരിക്കുന്നുണ്ട്. സോ ഇതേപോലെ റെഗുലർ ആയിട്ട് ആപ്പിളിലെ അപ്ഡേറ്റ്സും ന്യൂസും പിന്നെ ടിപ്സ് ആൻഡ് ട്രിക്സും എല്ലാം അറിയാനായിട്ട് വേറെ ഒരു ചാനൽ നിങ്ങൾ പോകണ്ട. നമ്മുടെ ഈ ഒരു ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാൻ പറ്റും. സോ ഒട്ടും വൈകുന്നില്ല. ദിസ് ഇസ് യബിൻ സേവിയ ഫ്രം എവിക്ക. തുടക്കം നമ്മുടെ ആദ്യത്തെ കർമ്മം എന്ന് പറയുന്നത് നമ്മുടെ അപ്ഡേഷന്റെ ലിസ്റ്റും ബാക്കി കാര്യമാണ്. iOS 26 പുതിയ ബേറ്റ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബേറ്റയിൽ ആപ്പിൾ ഫൈനലൈസ് ആയിട്ട് വരുന്ന iOS 26 ആ ഒരു വേർഷനാണ് റിലീസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ വന്നിരിക്കുന്ന ബിൽ നമ്പറും തന്നെയാണ്. ഇനി മേ ബി നമുക്ക് വരാൻ പോകുന്നത് RC അഥവാ റിലീസ് കാൻഡിഡേറ്റ് മാത്രമായിരിക്കും ഇനി വരാനുള്ളത്. അതോടൊപ്പം തന്നെ 9-ാം തീയതി ആയിരിക്കണം ആപ്പിൾ ഐഫോണിന്റെ ഒഫീഷ്യൽ ലോഞ്ചും പ്ലാൻ ചെയ്യുന്നത്. സെപ്റ്റംബർ 9-ാം തീയതി ആയിരിക്കണം മിക്കവാറും ആ ഒരു ഇവന്റും ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ കൂടെ തന്നെ iOS 18.6.2 എന്ന ഒഫീഷ്യൽ അപ്ഡേഷനും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ മേജറായിട്ട് വന്ന ഒരു ബഗ് ആപ്പിൾ റിസോൾവ് ചെയ്യാനാണ് ഈ ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി സോഫ്റ്റ്വെയർ തന്നെ iOS 18.6 എന്ന് പറഞ്ഞ അപ്ഡേഷനിലേക്ക് ഇനി നിങ്ങൾക്ക് താഴത്തേക്ക് പോകാൻ പറ്റില്ല. ഒന്നെങ്കിൽ iOS 18.6.1 എന്നുള്ള അപ്ഡേഷനോ അല്ലെങ്കിൽ iOS 18.6.2 എന്നുള്ള അപ്ഡേഷനോ ആയിരിക്കും ഇനി നിങ്ങൾക്ക് IPSW ഫയൽ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. iOS 18.6 എന്ന അപ്ഡേഷൻ ആപ്പിൾ സൈൻ ഓഫ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇനി മുതൽ ഈ പറയുന്ന IPSW ഫയൽ iOS 18.6 ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്ന കമ്പ്യൂട്ടറിലാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ വേർഷനിലേക്ക് താഴത്തേക്ക് പോകാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ലോകത്ത് വന്നിരിക്കുന്നത്. ഇനി അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് കഴിഞ്ഞ നമ്മുടെ ആപ്പിൾ ന്യൂസിൽ ഒരു പബ്ലിക് ഇൻട്രാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രാക്ഷൻ ഓപ്ഷൻ നമ്മൾ കൊണ്ടുവന്നു. കുറേയധികം സ്റ്റോറീസ് അല്ലെങ്കിൽ കുറേയധികം ഫോട്ടോസ് കാണിച്ചിട്ട് ഇത് ആപ്പിൾ എന്തിനാണ് ഡീറ്റെയിൽ ചെയ്യുന്നത്, കുറേ നാളുകൾക്ക് മുമ്പ് കൊണ്ടുവന്ന ഈ ഓരോ വാൾപേപ്പേഴ്സും ആപ്പിൾ ഫോർകാസ്റ്റ് ചെയ്ത് എന്തോ കാണിക്കുന്നുണ്ടായി എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഒരേ ഒരു വ്യക്തിയാണ് കമൻറ്റ് ചെയ്തത്. പക്ഷെ ആ ഒരു വ്യക്തിയാണെങ്കിലും എനിക്ക് വാല്യൂ തന്നെയാണ്. സോ ആ ഒരു പുള്ളിക്കാരൻ പറഞ്ഞ കമൻറ്റ് കറക്റ്റ് തന്നെയാണ്. യെസ്, ലിക്വിഡ് ഗ്ലാസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെയാണ് ആപ്പിൾ 3-4 കൊല്ലം അല്ലെങ്കിൽ 1-2 കൊല്ലമായിട്ട് ആപ്പിൾ നമ്മുടെ മുമ്പിൽ കാണിച്ചെന്ന് വെച്ച്. ഇപ്പോൾ ഐപാഡ് പ്രോയിൻ്റെ ഈ പറഞ്ഞ വാൾപേപ്പർ പ്രോ എന്ന് പറഞ്ഞ വാൾപേപ്പറിൽ ആക്ച്വലി ഈ പറഞ്ഞ ലിക്വിഡ് ഗ്ലാസിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. വന്ന ഈ പറഞ്ഞ iPhone 16e ആ ഒരു വാൾപേപ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മളിതൊന്നും അത്രയും ഫോർകാസ്റ്റ് ചെയ്ത് തിങ്ക് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ ആപ്പിൾ ഇതിനു മുമ്പ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഒരു സോഫ്റ്റ്വെയർ ഇപ്പം ഇറക്കണമെങ്കിൽ ആപ്പിൾ ഇതിൻ്റെ വർക്ക് 2-3 കൊല്ലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇത്രയും മാത്രം ഡീറ്റെയിൽ ചെയ്ത ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനി, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് പേഴ്സണലി ഈ പറഞ്ഞ ആപ്പിളിന് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം വരുന്നത് ആപ്പിളിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. അത് വേറൊരു കമ്പനിക്കും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചില്ല, നിങ്ങൾക്ക് ഏത് കമ്പനിയാണ് ഇത്രയും ആപ്പിൾ ഡീറ്റെയിൽ ചെയ്യുന്നുള്ള എവിഡൻ്റ് ആയിട്ട് ഡീറ്റെയിൽ ചെയ്യുന്ന ഒരു കമ്പനി കാണിക്കാൻ പറ്റുക? എൻ്റെ അറിവിലില്ല. സോ അത് അപ്പോൾ അത്രമാത്രം കാര്യങ്ങളും ഡീറ്റെയിൽ ചെയ്താണ് ആപ്പിൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇത്ര നാൾ ആ ഒരു വാൾപേപ്പേഴ്സ് റിലീസ് ചെയ്യുമ്പോൾ പോലും അവരിതൊക്കെ തിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഞാൻ ഇതിനു മുമ്പ് ഈ പറഞ്ഞ ലിക്വിഡ് ഗ്ലാസ് റിലീസ് ആയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ന്യൂസ് വീഡിയോയിൽ പറയുന്നുണ്ട്, ഇനി ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത് ഒരു സ്മാർട്ട് ഗ്ലാസസ് ആണ്. അതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇപ്പോൾ ലിക്വിഡ് ഗ്ലാസ്സിൽ നമ്മൾ കുറേ കംപ്ലൈൻറ്റ് പറയുന്നത് നമുക്ക് ഒബ്ജക്റ്റും അതേപോലെ ഫോർഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ടും മിഡ് ഗ്രൗണ്ടൊക്കെ ഭയങ്കര ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മെസ്സേജ് ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. ഇത് നമ്മുടെ ആർഗ്യുമെൻ്റ് റിയാലിറ്റി ആയിട്ടുള്ള സ്പെക്സ് ഇല്ലേ, ഇത് വെക്കുമ്പോൾ ശരിക്കും ഒരു പേഴ്സൺ ഫീൽ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ റിയൽ വേൾഡ് അല്ലെങ്കിൽ ഫിസിക്കൽ വേൾഡിൽ നിന്ന് ഈ പറഞ്ഞ ഗ്ലാസ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ലിക്വിഡ് ഗ്ലാസ്സിൽ കാണാൻ പറ്റാത്ത ഒരു ചെറിയ ഡിഫറൻസിയേഷൻ ഇല്ലേ, അത് ഫീൽ ചെയ്യും. ആപ്പിൾ അത് നമ്മൾ ട്രെയിൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഐഫോണിലൊക്കെ ഇത് കൊണ്ടുവന്നേക്കുന്നത്. പതുക്കെ ഇത് നമ്മുടെ കൈകളിലും അതേപോലെ നമ്മുടെ കണ്ണിനൊക്കെ യൂസ്ഡ് ആയി കഴിയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നു, അത് ഹിറ്റാവും. ആപ്പിൾ ഭയങ്കര വെൽ എക്സിക്യൂട്ടഡ് ആയിട്ടുള്ള കാര്യം ചെയ്യുന്നത്. നമുക്ക് പറയാനും ചിന്തിക്കാനും പറ്റാത്ത രീതിയിൽ ആപ്പിൾ ഓരോ കൊല്ലം 2030 വരെയൊക്കെ ഉള്ള കാര്യം ചിലപ്പോൾ ആപ്പിൾ അത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ അത്രയും ഫോർകാസ്റ്റ് ഉള്ള കമ്പനി തന്നെയാണ് ആപ്പിൾ. വേറെ ഒരു ഡൗട്ടും അതിൽ പറയാനില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ പറയുന്ന വേറെ ഏതെങ്കിലും കമ്പനി ഇതേപോലെ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അടുത്ത കാര്യം നമ്മുടെ ഈ പറഞ്ഞ ന്യൂസ് വീഡിയോയുടെ ഒരു പബ്ലിക് ഇൻട്രാക്ഷൻ ആണ്. ഈ ഒരു പബ്ലിക് ഇൻട്രാക്ഷനിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഐഫോണിൽ നിന്ന് മിസ് ചെയ്ത കുറച്ചധികം
ഫേവറേറ്റ് ഐക്കോണിക് കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ഈ പറഞ്ഞ 3D ടച്ച്, രണ്ടാമത്തെ ടച്ച് ID എന്ന് പറയുന്നത്, മൂന്നാമത്തെ മ്യൂട്ട് സ്വിച്ച്. ഈ പറഞ്ഞ 3 ഓപ്ഷനിലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയത് ഏത് ഓപ്ഷനാണ് തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇനി കുറച്ച് റോസ്റ്റിങ് നമുക്കൊന്ന് പിടിക്കാം. അത്രമാത്രം പൊളിയല്ലെങ്കിലും നമുക്കും കുറച്ച് പറയാനുണ്ട്. എന്തൊക്കെ ആയിരുന്നു ഗൂഗിൾ പിക്സൽ അങ്ങനെ ചെയ്യുന്നു, ഗൂഗിൾ പിക്സൽ ഇങ്ങനെ ചെയ്യുന്നു, ലിയോ വരുന്നു, ആ LCU കണക്ഷൻ, അത് ഇത് ചക്ക മാങ്ങ, എന്തൊക്കെ ആയിരുന്നു അവരുടെ. എനിക്ക് ഇപ്പോഴും ഉണ്ട് ഗൂഗിൾ പിക്സൽ ഒരു ആഡ് ഇറക്കി ഐഫോൺ റോസ്റ്റ് കൊണ്ട്. നിങ്ങൾ കുറേ നാളായില്ലേ ഫീച്ചേഴ്സ് വരും വരും എന്ന് പറയുന്നു, പുതിയ ഫീച്ചേഴ്സ് വരുന്നില്ലെങ്കിൽ നിങ്ങൾ പുതിയ ഫീച്ചേഴ്സിന് വെയിറ്റ് ചെയ്യാതെ പുതിയ ഫോൺ വരുമ്പോൾ അതെടുക്കുന്നു പറഞ്ഞ് ഒരു ട്രോള് ഈ പറഞ്ഞ ഗൂഗിൾ പിക്സൽ അല്ലെങ്കിൽ ഗൂഗിൾ പിക്സലിൻ്റെ ഫാൻ ബേസ് ചിലപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് കൊണ്ടുവന്ന ഫീച്ചേഴ്സ് ഫസ്റ്റ് പുതിയ ഫീച്ചേഴ്സാണ് കേട്ടോ. 2020 ഈ പറഞ്ഞ മാക്സേഫ് ആപ്പിൾ കൊണ്ടുവന്നിട്ട് 2025 അത് കൊണ്ടുവന്നിട്ടുണ്ട്. ആപ്പിൾ ഈ പറഞ്ഞ പല കാര്യം ലേറ്റ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ ആരൊക്കെ പൊങ്കാലിടാൻ വരുന്നത്. ഈ ആൻഡ്രോയിഡ് ഫാൻസൊക്കെ അങ്ങോട്ട് തിളക്കുകയാണ് ആപ്പിളിനെ കുറ്റം പറയാൻ വേണ്ടി. അയ്യോ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, ഈ വിഷൻ പ്രോ അങ്ങനെ ഇപ്പോഴാണോ കൊണ്ടുവരുന്നത്, ആപ്പിൾ ഇന്റലിജൻസ് വന്നിട്ട് ശരിയായില്ല. അപ്പൊ മാക്സേഫ് 2020 കൊണ്ടുവന്നിട്ട് ഇപ്പൊ കൊണ്ടുവരാം ആൻഡ്രോയിഡിന്. എന്നിട്ട് ഗൂഗിൾ പിക്സലിന്റെ ഇവന്റ് തന്നെ അറിയാതെ സ്ലിപ്പായി, ടങ് സ്ലിപ്പ് പോകുന്നവർക്ക് ആപ്പിൾ മാക്സേഫ് ആക്സസറീസ് അത് അറ്റാച്ച് ചെയ്യാണ്. ശുഭമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു മാർക്കറ്റിംഗ് ടീമിനെ അപ്പം തന്നെ അവർ ഫയർ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ വേറൊരു ഓപ്ഷൻ മാക്സേഫ് അല്ലാതെ എന്തായിരുന്നു, നൈറ്റ് സ്റ്റാൻഡ്. ഫ്രഷ് ഐഡിയ, ഫ്രഷ് ഇത് ഇപ്പൊ തോട്ടത്തിൽ നിന്ന് കുറച്ചുകൂടെ വന്നെന്ന് പറഞ്ഞ പോലെ ഫ്രഷ് ആയിട്ടുണ്ട്. ഇപ്പൊ എന്താ ആൻഡ്രോയിഡ് ഫാൻസ് ഒന്നും മിണ്ടാനില്ലേ, ഒന്നും മിണ്ടനില്ലേ? അയച്ചു കൊടുക്കുക നിങ്ങളുടെ കട്ട ആൻഡ്രോയിഡ് ഫാനിന്, ആപ്പിളിനെ കുറ്റം പറഞ്ഞ് അയച്ചു കൊടുക്കുക. ഫ്രഷ് സാധനം ഇറക്കിയത് നൈറ്റ് സ്റ്റാൻഡ് കൊല്ലങ്ങൾക്ക് മുമ്പ് ആപ്പിൾ റിലീസ് ചെയ്ത സംഭവം. അപ്പൊ പറഞ്ഞപ്പോ ആപ്പിളിന് പറഞ്ഞ ഫോണിൽ ആരെങ്കിലും കാണോ, ഫോൺ ആരെങ്കിലും നോക്കുമെന്ന്. ശുഭം. അപ്പൊ ഇപ്പൊ പിന്നെ ഫോൺ എടുത്ത് നോക്കുമല്ലോ ആൾക്കാര്. ഇതൊക്കെ പോട്ടെ. എന്നിട്ട് നമ്മുടെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പോ ഗൂഗിളിന്റെ പഴയ ഫോണിന്റെ കളറ് ഈ പറയുന്ന ഐഫോൺ 16 കൊണ്ടുവന്നു, അതേ 16 കൊണ്ടുവന്ന കളർ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞ് പിക്സലിലൊക്കെ ഇട്ടിരുന്നുണ്ട്. ശരി, കളറ് നിങ്ങളുടെ ചിലപ്പോൾ ഞങ്ങൾ കോപ്പി അടിച്ചിട്ടുണ്ടാവും. ഫീച്ചേഴ്സോ അതാരും പറയുന്നില്ല കേട്ടോ, അതാരും പറയുന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അതാരും പറയുന്നില്ല. ഈ മാക്സേഫ് ആയിക്കോട്ടെ, നൈറ്റ് സ്റ്റാൻഡ് ആയിക്കോട്ടെ. പിന്നെ നമ്മുടെ ഈ സാധനം എന്തായിരുന്നു, ഫോൺ ആപ്പിന്റെ UI എന്താ കാണിച്ചു വെച്ചാൽ ഗൂഗിൾ പിക്സലിൽ എന്താ കാണിച്ചാ നമുക്ക് ഈ ഐഫോണിൽ കോള് 2-3 കോളൊക്കെ വരുമ്പോഴത്തേക്കും എന്തൊക്കെ ആയിരുന്നു. മലപ്പുറം കത്തി അമ്പും വില്ലും, ഇതിനൊന്നും ഇപ്പൊ കുഴപ്പമില്ല അല്ലേ, ഒരു മാറ്റവും. ഇപ്പതേ വിവോ വിഷൻ പ്രോന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കിയിട്ടുണ്ട് $1,300 എന്തോ. ഇന്നോവേഷൻ ചെയ്യാനാണ് ബ്രോ പണി, ഇന്നോവേഷൻ ചെയ്യാൻ. എല്ലാ സാധനം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. എളുപ്പം എന്ന് ഞാൻ ചിലപ്പോൾ പറയുന്നില്ല, അതിനും ബുദ്ധിമുട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഫ്രം ദ സ്ക്രാച്ച് ഉണ്ടാക്കാൻ എപ്പോഴും ബുദ്ധിമുട്ടാണ്. അതുണ്ടാക്കുന്ന ആൾക്കല്ലേ അതിന് ബുദ്ധിമുട്ട് അറിയാൻ പാടുള്ളൂ. അല്ല ഇപ്പൊ കുറെ പേര് പറയും നിന്റെ കോണ്ടന്റ് കോപ്പി അല്ലേ. ടെക്നോളജിയിൽ ഞാൻ ഇത് പറയാതെ വേറെ എന്ത് ഞാൻ പറയും. ഐഫോൺ ഇപ്പോ ഒരു 48 മെഗാ പിക്സൽ ക്യാമറയുടെ ഫോൺ ഇറക്കി. ഞാൻ പറയുന്നതും വേറെ യൂട്യൂബർ പറയുന്നതും ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും എല്ലാം ഈ 48 തന്നെ പറയുള്ളൂ. അല്ല പിന്നെ എൻ്റെ ഇഷ്ടത്തിന് പറയണ ആപ്പിൾ 48 ഇറക്കി, അപ്പൊ ഈ ബാക്കി എല്ലാ യൂട്യൂബേഴ്സും 48 പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ഒരു ഗുമ്മിന് എൻ്റെ ചാനലിന് വേണ്ടി പറയാൻ 50 മെഗാ പിക്സൽ റിലീസ് ചെയ്തു, എനിക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. ടെക്നോളജി കമ്പനി അടിച്ചിറക്കിയെങ്ങനെ എന്താണോ അതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോ ഈ സാധനം എൻ്റെ കോണ്ടന്റ് സെയിം ആണ്, കോപ്പിയാണ് എന്ന് പറയുന്നതോടെ പറയുന്നത് ഒരു പ്രൊഡക്റ്റ് പോലെ അല്ല. ആ പ്രൊഡക്റ്റിന്റെ റിവ്യൂ പറയുന്ന ആൾക്കാർ അവർ പറയുന്ന എല്ലാ സെയിം കാര്യങ്ങളാണ്. കാരണം ഒരു പ്രൊഡക്റ്റിന് തന്നെ അല്ല ഒരു റിവ്യൂ പറയുന്നത്. അവർ പറയുന്ന രീതി, ദ വേ ദേ പ്രസന്റ് ഈസ് ഡിഫറെന്റ്, ദ കോണ്ടന്റ് ഈസ് സെയിം. അതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. അത് പറയണം, അത് പെട്ടെന്ന് എനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞുള്ളൂ. സോ ഞാൻ പറഞ്ഞത് ഗൂഗിൾ പിക്സലിൽ കുറേയധികം ഫീച്ചേഴ്സ് ആപ്പിൾ കൊണ്ടുവന്ന കുറേയധികം പഴയ ഫീച്ചേഴ്സാണ്. ഇപ്പോഴും പല ആൾക്കാരും പറയുന്നുണ്ടല്ലോ ഐഫോൺ കൊണ്ടുവരുന്നത് ഈ വട്ടം കൊണ്ടുവരുന്നതും ആൻഡ്രോയിഡ് പണ്ട് ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ
ആൻഡ്രോയിഡ് മാത്രമല്ല ഐഫോണും ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇതൊക്കെ കമ്പനീസ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ഫീച്ചേഴ്സ് പറയുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നു, ഇവർക്ക് ഫീച്ചേഴ്സ് കൂടുമ്പോൾ അങ്ങനെ ചെയ്യുന്നു, ഇതെല്ലാം അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. സോ ഒരു ഫോണും മഹത്വമാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആസ് എ ഫാൻ ബോയ്, ആപ്പിൾ ഫാൻ ബോയ്, എനിക്ക് എപ്പോഴും ഐഫോൺ തന്നെ ഇഷ്ടം. ഐഫോണിൽ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ എക്കോസിസ്റ്റം. അത് വേറെ ആരെന്ത് പറഞ്ഞാലും ആപ്പിൾ എക്കോസിസ്റ്റത്തിനെ ബീറ്റ് ചെയ്യാൻ വേറെ ഒന്നുമില്ല. നിങ്ങൾ നോക്കിക്കോ, വേറെ എത്ര വലിയ യൂട്യൂബേഴ്സ് നിങ്ങൾ എടുത്ത് നോക്കിക്കോ, അവരെല്ലാവരും പറയും അവരുടെ എവിടെയെങ്കിലും ഉണ്ടാവും ഒരു ആപ്പിൾ പ്രോഡക്റ്റ്, ഒരു മാക്ബുക്ക്. കാരണം ദേ നോ ദ വാല്യൂ, ദേ നോ ഹൗ ഇറ്റ്സ് വർക്ക്. അതിൻ്റെ എക്കോസിസ്റ്റം ബ്രേക്ക് ചെയ്യുന്ന നല്ല പണിയാണ്. നാളെ ബ്രേക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല പണിയാണ്. ഇനി ഒരു അടിപൊളി ഹാപ്പി ന്യൂസ് ഉണ്ട്. അങ്ങനെ ഫൈനലി ആപ്പിളിന്റെ 3rd സ്റ്റോർ ഇൻ ഇന്ത്യ സെപ്റ്റംബർ 2 ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകണം. ഞാൻ എൻ്റെ ന്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന സ്റ്റോറ് ബാംഗ്ലൂരാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ബാംഗ്ലൂരാണ് അടുത്ത 3ാമത്തെ സ്റ്റോർ വരുന്നത്. ആപ്പിൾ ഹെബ്ബാൽ എന്നാണ് ഈ പറയുന്ന സ്റ്റോറിന്റെ പേര്. സോ ആപ്പിൾ ഹെബ്ബാൽ, ആപ്പിൾ BKC, ആപ്പിൾ സാക്കറ്റ് 3 സ്റ്റോറുമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഒഫീഷ്യലായിട്ട് ആപ്പിൾ റൺ ചെയ്യുന്നത്. ഇനി മേ ബി വരാൻ പോകുന്ന 4ാമത്തെ സ്റ്റോറ് ഒന്നെങ്കിൽ തമിഴ്നാടു അല്ലെങ്കിൽ കേരള. ഈ കേരളയിലാണെങ്കിലും മിക്കവാറും വരാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ട്രിവാൻഡ്രം അല്ലെങ്കിൽ കൊച്ചിയാണ്. ഇനി അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഐഫോൺ 17 ഫുൾ ലൈനപ്പിൽ അല്ലെങ്കിൽ ഐഫോൺ 17 ഫാമിലിയിലെ അത് കംപ്ലീറ്റ് ആയിട്ട് പ്രൊഡക്ഷൻ ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലാണ്. നമുക്ക് തമിഴ്നാട്ടിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടല്ലോ, ആ ഒരു മാനുഫാക്ചറേഴ്സ് അല്ലെങ്കിൽ ആ ഒരു അസംബ്ലിങ് യൂണിറ്റ് ആയിരിക്കും ഇനി അവിടെ നിന്നായിരിക്കും ലോകത്തേക്ക് പോകുന്ന എല്ലാ ഐഫോണുകളും അസംബിൾ ചെയ്യാൻ പോകുന്നത്. ചൈന എന്ന് പറഞ്ഞ ആ ഒരു വലിയ രാജ്യത്ത് നിന്ന് മാറി കംപ്ലീറ്റ് ആയിട്ട് ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത് ഇന്ത്യയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ത്യയാണ് ഇപ്പോൾ ഏറ്റവും നല്ല മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റ് ഹബ്ബായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത്. സോ നമുക്കത് പ്രൗഡാണ്. അതുമാത്രമല്ല നമ്മുടെ നാടിന് വലിയൊരു GDP ഗ്രോത്ത് ഉണ്ടാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ പേഴ്സണലി എനിക്ക് ഇന്ത്യൻ മെയ്ഡ് ഐഫോൺ ഭയങ്കര പേടിയാണ്. എൻ്റെ ഐഫോൺ 16 വാങ്ങിച്ച 3-ാം ദിവസം ഡിസ്പ്ലേ അടിച്ചു പോയതുകൊണ്ട് എനിക്ക് ആ ഒരു പേടിയുണ്ട്. ബട്ട് എല്ലാം അടിപൊളിയായി വരുന്നതുകൊണ്ട് ആ ഒരു പ്രശ്നം കുറഞ്ഞു വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഐഫോൺ 17 ഒരു പുതിയ കേസ് അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് സിൽക്കിൽ നിന്ന് വൂളൻ കേസിലേക്ക് പോയി. ആ ഒരു വൂളൻ കേസ് അത്ര വലിയ ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാക്കിയില്ല. കുറേയധികം പ്രശ്നങ്ങൾ ആ ഒരു കേസിനുണ്ടായിരുന്നു. ഫൈനലി ആപ്പിൾ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ ഐഫോൺ 17 സീരീസിലൂടെ പുതിയൊരു കേസ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് കോൾഡ് ടെക് വൂളൻ. ഈ പറയുന്നത് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, സ്ക്വിഷി എന്ന് പറയാൻ പറ്റില്ല, ഒരു നമ്മുടെ ഫാബ്രിക്കിൻ്റെ മെറ്റീരിയൽ ഫാബ്രിക് ഫിനിഷ് വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫാബ്രിക് ഫിനിഷ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റി മെറ്റീരിയൽ ആയിരിക്കും ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നതും. അതും ഈ പറയുന്ന റീസൈക്കിൾഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും ആൻഡ് ഈ മിഷൻ കുറയ്ക്കാനുള്ള ഓപ്ഷന് വേണ്ടിയായിരിക്കും ആപ്പിൾ അത് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സിൽക്കൺ കേസ് ഈ പറയുന്ന ആപ്പിളിൻ്റെ 2030 എന്ന് പറയുന്ന ഒരു ഡ്രീം പ്രൊജക്റ്റ് ഉണ്ടല്ലോ, അത് ആപ്പിളിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ് ഫുൾ സിൽക്കൺ മാറ്റി കംപ്ലീറ്റ് ആയിട്ട് ഈ പറഞ്ഞ വൂളനും അതേപോലത്തെ പല മെറ്റീരിയലിലേക്കും ആപ്പിൾ ജമ്പ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴും വാച്ചിന്റെ സ്ട്രാപ്പൊക്കെ സിൽക്കൺ തന്നെയാണ്. അതിൽ നിന്ന് ഒരു മാറ്റം വന്നിട്ടില്ല. മേ ബി ഇനി വരുന്ന വർഷങ്ങളിലേക്ക് ഒരു ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ വാച്ചിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് 2027-28 വരാൻ പോകുന്ന ആപ്പിൾ വാച്ച് സീരീസ് 12 അൾട്രയിലൊക്കെ ടച്ച് ID വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. വിച്ച് മീൻസ് നമുക്കിപ്പോൾ ഈ സൈഡിൽ നമ്മുടെ ഈ ഡിജിറ്റൽ ക്രൗൺ ഇല്ലേ, അതിൻ്റെ സൈഡിൻ്റെ താഴത്തൊരു ബട്ടൺ ഉണ്ട്. ഈ ഒരു ബട്ടണിൽ നമുക്ക് ടച്ച് ID വരും. സെയിം നമ്മുടെ ഐഫോൺ 16 വന്ന ക്യാമറ കൺട്രോൾ ഇല്ലേ, അതൊരു പ്രഷറൈസ്ഡ് ബട്ടൺ പോലെയാണ്. അല്ലെങ്കിൽ അതിൽ നമുക്ക് ബയോമെട്രിക്സ് ആഡ് ചെയ്യാൻ പറ്റും. ആ സെയിം സംഭവം ഈ ഒരു വാച്ചിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടച്ച് ID ആക്സസ് ചെയ്യാം. നമുക്കിപ്പോൾ വാച്ച് കിട്ടി കഴിയുമ്പോൾ പാസ്വേഡ് അടിച്ചിട്ട് വേണം നമുക്ക് ഓരോ കാര്യം ആക്സസ് ചെയ്യാം. ഇത് ടച്ച് ID വരുമ്പോൾ കുറച്ചുകൂടി ഈസി ആവും. അതോടൊപ്പം തന്നെ ഏറ്റവും സെക്യൂർ ആവാൻ പോകുന്നത് ആപ്പിൾ പേ ആണ്. നമുക്ക് ആപ്പിൾ പേ ചെയ്യുമ്പോൾ വാച്ചിലൊക്കെ പേയ്മെൻറ്റ് നമ്മളിങ്ങനെ ടാപ്പ് ആൻഡ് പേ ചെയ്യില്ലേ, ടാപ്പ് ആൻഡ് പേ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആപ്പിൾ കാർഡ് എടുക്കും, ടാപ്പ് ചെയ്യും. ആ ടാപ്പ് ചെയ്യുമ്പോൾ ഇനി ടച്ച് ID വരുമ്പോൾ കുറച്ചും കൂടെ ഒരു സെക്കൻഡ് ലെയർ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ലെവൽ ഓഫ്
പ്രിവസി നമുക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. സോ ആപ്പിൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇംപ്രവൈസ് ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിക്ക് തന്നെ കൊണ്ടുവന്നാൽ ആസ് എ കൺസ്യൂമർ നമുക്ക് നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റ് നമ്മുടെ ഡെയിലി ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ന്യൂസിൽ എനിക്ക് പറയാനായിട്ട് വന്ന കുറേയധികം അപ്ഡേറ്റ്സും ന്യൂസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാ പുതിയ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് മനസ്സിലായി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. റെഗുലറായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും പല സോഷ്യൽ മീഡിയയിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് എവിൻ സേവിയ സൈനിങ് ഫ്രം എവിക്ക.